വെയിറ്റ് സ്റ്റക്കായിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഡയറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ചേഞ്ചിങ് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എടുത്താൽ മതി. കാര്യം മാങ്ങായും അതുപോലെ മുസ്ലിയൊക്കെയാണ്. മാങ്ങ ഹൈ കാലറിയാണ്, ഹൈ ഷുഗറാണ്. പിന്നെ നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മാമ്പഴക്കാലമാണ്. അത് ഒഴിവാക്കാതിരിക്കാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ കഴിക്കാന്നേ. രാവിലെ ഇറങ്ങിയപ്പോഴേക്കും നല്ല അടിപൊളി പഴുത്ത് തൊടുത്ത മാമ്പഴം അങ്ങ് കിട്ടി. അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്ന് ഡയറ്റ് ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചതല്ലേ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആക്കി കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ ദേ മാങ്ങാത്തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എന്തുവാണെങ്കിലും നമ്മൾ അലങ്കരിച്ചെടുക്കുന്നതാണ് ഗ്രീൻ കേട്ടോ, കഴിക്കാൻ തോന്നുന്ന. ഇന്നലെ ഒത്തിരി ആൾക്കാരാണ് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ മാമ്പഴം ഇതേപോലെ പ്ലേറ്റിലോട്ട് ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ എടുക്കുന്നത് ഗ്രീക്ക് യോഗേർട്ടാണ് കേട്ടോ. പ്ലെയിൻ യോഗേർട്ട് എടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാങ്ങായിലൊക്കെ ഓൾറെഡി ഷുഗർ ഉള്ളതാണ്. ഇതിൽ വേറെ ഷുഗറും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യേണ്ട, അല്ലാതെ പ്ലെയിനായിട്ട് തന്നെ എടുത്താൽ മതി. എന്നാലേ ഇതിൻ്റെ ഒരു പ്രയോജനം കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല മധുരത്തിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഓവർനൈറ്റ് ഞാൻ കുതിർത്ത് വെച്ചിരുന്ന ചിയാ സീഡാണ്. ഫൈബർ കണ്ടൻ്റ് ആണ്. നമുക്കിത് ഗ്രീക്ക് യോഗേർട്ട് പ്രോട്ടീനുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് മില്ലറ്റിൻ്റെ മുസ്ലിയാണ്. മുസ്ലി എപ്പോഴും വിത്തൗട്ട് നോ ആഡഡ് ഷുഗർ കിട്ടും. അത് തന്നെ സെലക്ട് ചെയ്യുക. 2 ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ആഡഡ് ഷുഗർ അല്ലാത്തതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴേക്കും കിട്ടുന്ന സ്വാദും ഫലവും വേറെ ലെവലാണ് കേട്ടോ.